ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം നമ്മൾ പറഞ്ഞിരുന്നു. ഡിഫറെൻറ്റ് ഡൊമൈനിലുള്ള ഫങ്ഷൻസ് തമ്മിൽ ഒരു പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ വഴി കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ വഴി റിലേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കും ഒരു ഫംഗ്ഷനെ മറ്റേ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം ആണ് എന്ന് നമ്മൾ പറയും, അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു, ആ ഒരു ഡെഫിനിഷനകത്ത് നമുക്കൊരു കേർണൽ വന്നിട്ടുണ്ടായിരുന്നു. ആ കേർണൽ e⁻i⁻t അല്ലെങ്കിൽ e⁻i⁴x, അത് നമ്മുടെ ഡൊമൈനിനനുസരിച്ചാണ് എക്സ്പൊണൻഷ്യലിൻ്റെ പവറിൽ ഏത് വേരിയബിൾ വരും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. നമ്മുടെ രണ്ട് ഡൊമൈൻസ് ഏതൊക്കെയാണോ ആ വേരിയബിൾസാണ് നമ്മുടെ ആ പവറിൽ വരുന്നത്. ഓക്കെ, സോ e⁻i⁴x ഫോമിലാണ് നമ്മുടെ കേർണലെങ്കിൽ ആ ട്രാൻസ്ഫോമിനെ നമ്മൾ വിളിച്ചിരുന്നത് എന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോം എന്നാണ്, അല്ലേ? ഇനി നമ്മുടെ കേർണൽ e⁻st ആണ് എന്ന് വിചാരിക്കാം. e⁻st ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നാണ്. ഓക്കെ, സോ ലാപ്ലേസ് ട്രാൻസ്ഫോം f of s of a function f of t is defined as, അതിനെ നമ്മൾ L of f of t എന്നാണ് എഴുതുക. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t, L of f of t, that is equal to integral 0 to infinity f of t e⁻st dt. ഓക്കെ, സോ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കിട്ടുന്ന ആൻസർ എസ്സിൽ ഉള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എഫ് ഓഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ എഫ് ഓഫ് എസ് ഇസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഓക്കെ, സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേർണൽ e⁻st ആണ്. അതുപോലെ തന്നെ ലിമിറ്റ് നോക്കുക, 0 to infinity ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷന് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ ഇൻഫൈനൈറ്റ് ഇൻ്റഗ്രലായ ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഈ ഒരു ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും സം കോൺസ്റ്റൻറ്റ് എസ് നോട്ടിന് നമ്മുടെ ഈ ഒരു ക്വാണ്ടിറ്റി e⁻s⁻t ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, മോഡുലസ് ഓഫ് e⁻s⁻t ഇൻറ്റു എഫ് ഓഫ് ടി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, വേർ എം ഇസ് എ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഈവൻ ദോ ഈ ഒരു ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കണ്ടീഷന് ഒരു കൗണ്ടർ എക്സാമ്പിളാണ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു e⁻t² എന്ന് പറയുന്നത്. ഓക്കെ, ഈ എഫ് ഓഫ് ടി ഈക്വൽ ടു e⁻t² കേസിൽ ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ സെക്കൻഡ് ഇക്വേഷൻ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ e⁻t² എന്ന് പറയുന്ന ആൾക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള വേറൊരു സാധ്യത എന്ന് പറയുന്നത്, നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് ടിക്ക് സഫിഷ്യൻ്റ്ലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിംഗുലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ദിസ് ഇസ് ടി, സിംഗുലാരിറ്റിയാണ്. സോ സഫിഷ്യൻ്റ്ലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിംഗുലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആസ് ടി ടെൻഡിങ് ടു 0, അങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്തും നമുക്കവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ t⁻n എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കാം. t⁻n എന്ന് പറയുന്ന ഫംഗ്ഷനിൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ഏതൊക്കെയാണ്? 1/t ആവാം, 1/t² ആവാം, 1/t³ ആവാം. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പവേഴ്സ് ഓഫ് t വരുന്ന കേസസ്. ഓക്കെ, അതായത് ഡിനോമിനേറ്ററിൽ t വരുന്ന കേസസ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്കവിടെ ഒറിജിനിൽ എന്ന് പറഞ്ഞാൽ 0 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഡൈവേർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു സഫിഷ്യൻ്റ്ലി സ്ട്രോങ് ആയിട്ടുള്ള സിംഗുലർ പോയിൻ്റ് ആയിട്ട് നമുക്കതിനെ പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ t⁻n എന്ന് പറയുന്ന ഫംഗ്ഷന് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല? ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, സോ t⁻n എന്ന് പറയുന്ന ഫംഗ്ഷന് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ n മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ -1. ഓക്കെ, ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം L എന്ന് പറയുന്നത് ലീനിയർ ആണ്. ലീനിയർ എന്ന് പറയുമ്പോൾ L ഓഫ് a ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി എന്ന് പറയുന്നതിന് നമുക്ക് a ഇൻറ്റു L ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു L ഓഫ് ജി ഓഫ് ടി എന്ന് എഴുതാനായിട്ട് പറ്റും.
ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോംസ് നോക്കാം. ഇതൊക്കെ നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോംസ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എഫ് ഓഫ് ടി ഈക്വൽ ടു 1 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുമ്പം ഇതാണ് നമ്മുടെ ഡെഫിനിഷനിൽ എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് നമ്മൾ 1 കൊടുക്കുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് എന്നാണ് കിട്ടുക അല്ലേ. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഹാവ് ദ ആൻസർ 1/s. ഓക്കെ, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ വി വിൽ ഹാവ് 1/s എന്നായിരിക്കും 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കിട്ടുക. ഇനി കെ ടി ഇ റേസ് ടു കെ ടി ആണെങ്കിൽ, ഇ റേസ് ടു കെ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നോക്കാം. നമ്മൾ ഡെഫിനിഷനകത്ത് എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് ഇ റേസ് ടു കെ ടി കൊടുക്കുന്നു. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോമിൽ എഴുതാനായിട്ട് പറ്റും അല്ലേ. 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് മൈനസ് കെ ടി ഡി ടി എന്നെഴുതാനും ആയിട്ട് പറ്റും. ദിസ് ഇസ് അഗെയിൻ ഇൻ്റഗ്രൽ ഓഫ് എക്സ്പൊണൻഷ്യൽ അല്ലേ. സോ എക്സ്പൊണൻഷ്യലിൻ്റെ ഇൻ്റഗ്രലാണ് ഇ റേസ് ടു മൈനസ് എസ് മൈനസ് കെ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു മൈനസ് എസ് മൈനസ് കെ ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് കെ എന്ന് വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പം വി വിൽ ഹാവ് 1/s മൈനസ് കെ എന്ന് കിട്ടും. ഓക്കെ, 1/s മൈനസ് കെ. ഇനി അതിനകത്ത് സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 കിട്ടി, ഇ റേസ് ടു കെ ടി കിട്ടി. ഇനി ഈ ഒരു ഇ റേസ് ടു കെ ടിയുടെ നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് കോസ് എച്ച് കെ ടി, സൈൻ എച്ച് കെ ടി, കോസ് കെ ടി, സൈൻ കെ ടി ഈ 4 ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. കാരണം നമുക്ക് ഇവരെയൊക്കെ എന്താണ് എക്സ്പൊണൻഷ്യൽ ടേമിൽ എഴുതാനായിട്ട് പറ്റും അല്ലേ. സോ കോസ് എച്ച് കെ ടി എന്ന് പറയുന്നത് ഇ റേസ് ടു കെ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് കെ ടി ബൈ 2 ആണ്. സോ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ നമുക്ക് ആദ്യം ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. സോ 1/2 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എൽ ഓഫ് ഇ റേസ് ടു കെ ടി പ്ലസ് എൽ ഓഫ് ഇ റേസ് ടു മൈനസ് കെ ടി എന്ന് വരും അല്ലേ. എൽ ഓഫ് ഇ റേസ് ടു കെ ടി എന്ന് പറയുന്നത് നമുക്കറിയാം 1/s മൈനസ് കെ ആണ്. എൽ ഓഫ് ഇ റേസ് ടു മൈനസ് കെ ടി എന്ന് പറയുന്നത് എന്താവും? നമ്മുടെ ഈ ഒരു എക്സ്പ്രഷനകത്ത് കെയുടെ സ്ഥാനത്ത് എന്താ വരുന്നത്? മൈനസ് കെ ആണ് വരുന്നത് അല്ലേ. സോ വി വിൽ ഹാവ് 1/s മൈനസ് മൈനസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/s പ്ലസ് കെ എന്ന് വരും. ഓക്കെ, ഇ റേസ് ടു മൈനസ് കെ ടിയുടെ 1/s പ്ലസ് കെ എന്ന് വരും. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഹാവ് ദ ആൻസർ s/s² മൈനസ് കെ സ്ക്വയർ എന്ന് വരും. കോസ് എച്ച് കെ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അതുപോലെ നമുക്ക് സൈൻ എച്ച് കെ ടിയുടെ കണ്ടുപിടിക്കാം. അവിടെ വ്യത്യാസം ഈ ഒരു പ്ലസ്സിന് പകരം ഇവിടെ മൈനസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, സെയിം പ്രൊസീജിയർ വഴി കണ്ടുപിടിക്കാം. ആൻഡ് വി വിൽ ഹാവ് എൽ ഓഫ് സൈൻ എച്ച് കെ ടി ഈസ് ഈക്വൽ ടു കെ ബൈ എസ് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. ഓക്കെ, ഇനി കോസ് കെ ടി ആണെന്നുണ്ടെങ്കിൽ കോസ് കെ ടി നമുക്കറിയാം എങ്ങനെയാണ് വരുന്നത്? ഇ റേസ് ടു ഐ കെ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ കെ ടി ബൈ 2 ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ എക്സ്പാൻഷൻ എഴുതുന്നു. എഗെയിൻ നമുക്ക് ഇ റേസ് ടു ഐ കെ ആണ്. സോ എസ് മൈനസ് ഐ കെ വരും. ഇവിടെ ഈ ടി വരില്ല കേട്ടോ. ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ടി അവിടെ വരുന്നില്ല. അത് അറിയാതെ എഴുതിപ്പോയതാണ്. സോ 1/s മൈനസ് കെ എന്ന് വരും ഇ റേസ് ടു ഐ കെ ടിയുടെ ട്രാൻസ്ഫോം. ദെൻ ഇ റേസ് ടു മൈനസ് ഐ കെ ടിയുടെ ആകുമ്പോഴോ 1/s മൈനസ് മൈനസ് ഐ കെ എന്ന് പറഞ്ഞാൽ എസ് പ്ലസ് ഐ കെ എന്ന് വരും. ഓക്കെ, അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? s/s² പ്ലസ് കെ സ്ക്വയർ എന്ന് കിട്ടും. സൈനിൻ്റെ ആവുന്ന സമയത്ത് 1/2i ഇൻറ്റു ഇ റേസ് ടു ഐ കെ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ഐ കെ ടി ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ആ ഒരു നെഗറ്റീവ് വരുന്നു. അതുപോലെ താഴെ ഒരു 1/2i വരുന്നു. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പം അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സൈൻ കെ ടിയുടേത് എൽ ഓഫ് സൈൻ കെ ടി എന്ന് പറയുന്നത് k/s² പ്ലസ് കെ സ്ക്വയർ എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഈ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നിന്ന് നമുക്ക് പറയാവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം അസൈൻസ് എ വാല്യൂ 1/k ടു ദ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ കെ ടി ഡി ടി. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എൽ ഓഫ് സൈൻ കെ ടി എന്ന് പറയുന്നത് നമുക്ക് k/s² പ്ലസ് കെ സ്ക്വയർ ആയിരുന്നു കിട്ടിയിരുന്നത് അല്ലേ. അപ്പം ഇൻ്റഗ്രൽ 0 ടു എൽ ഓഫ് സൈൻ കെ ടി എന്ന് പറയുന്നത് എന്താ? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ കെ ടി ഡി ടി. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു k/s² പ്ലസ് കെ സ്ക്വയർ ആണ്. ഇനി നമ്മൾ ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എൽ ഓഫ് സൈൻ കെ ടി കൊടുക്കുകയാണെങ്കിൽ
ഇറ്റ് ഈസ് ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ കെ ടി ഡി ടി അല്ലേ. അവിടെ നമുക്കറിയാം എസ് ടെൻഡിങ് ടു 0 എന്ന് പറയുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടി എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. സോ വി ഹാവ് ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ കെ ടി ഡി ടി. ഓക്കെ, ലെഫ്റ്റ് സൈഡ് അങ്ങനെ വരും. ഇനി റൈറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നമ്മൾ ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി കെ ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആണ്. സോ അവിടെ എസ് ടെൻഡിങ് ടു 0 ആവുന്ന സമയത്ത് നമുക്ക് കെ ബൈ കെ സ്ക്വയർ എന്ന് വരും, ദാറ്റ് ഈസ് 1 ബൈ കെ. ഓക്കെ, സോ നമുക്ക് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ കെ ടി ഡി ടി എന്ന് പറയുന്ന ആളുടെ റിസൾട്ട് നമുക്ക് എന്തായിട്ട് കിട്ടും, 1 ബൈ കെ എന്ന് കിട്ടും. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ലാപ്ലേസ് ട്രാൻസ്ഫോം അസൈൻസ് എ വാല്യൂ 1 ബൈ കെ ടു ദ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ കെ ടി ഡി ടി. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എൽ ഓഫ് ടി റേസ് ടു എൻ. എൽ ഓഫ് ടി റേസ് ടു എൻ നമുക്ക് എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 ആണ് കിട്ടുക. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടി റേസ് ടു എന്നിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ടി റേസ് ടു എൻ ഡി ടി എന്നാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ടി റേസ് ടു എൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ഈ ഒരു ടേം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആയി പോകും. അപ്പോൾ ആ ടേം വാനിഷ് ആവും. ദെൻ 0 കൊടുക്കുന്ന സമയത്ത് ടി റേസ് ടു എൻ 0 ആയി പോകും. സോ ഈ ഒരു മൊത്തം ടേം നമുക്ക് വാനിഷ് ആയിട്ട് പോകും. ദെൻ വി വിൽ ഹാവ് എൻ ബൈ എസ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി റേസ് ടു എൻ മൈനസ് 1 ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇതിനെ അഗെയിൻ ഇതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എൻ ബൈ എസിൻ്റെ പുറമെ ഒരു എൻ മൈനസ് 1 പുറത്തേക്ക് വരും. കാരണം ഈ ഒരു ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എൻ വന്ന പ്ലേസിൽ നെക്സ്റ്റിൽ എന്ത് വരും, എൻ മൈനസ് 1 വരും. ഓക്കെ, സോ എന്നിൻ്റെ കൂടെ നമുക്ക് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ എന്ന് കിട്ടും സെക്കൻഡ് സ്റ്റെപ്പിൽ. ദെൻ തേർഡ് സ്റ്റെപ്പ് ആകുമ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഡിവൈഡ് ബൈ എസ് ക്യൂബ് അങ്ങനെ വരും. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റും. റിസൾട്ട് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഇതിൽ എൻ ബൈ എസ് വന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇത് ഇവിടെ എൻ ബൈ എസ് അവിടെ തന്നെ ഉണ്ടാവും. ദെൻ ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ബൈ പാർട്സ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് വരും, എഗെയിൻ ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ അകത്തുള്ള ഫസ്റ്റത്തെ എന്ത് വരും, ടി റേസ് ടു എൻ മൈനസ് 1 വരും. ദെൻ ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് വരും. അതും 0 ടു ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുമ്പോൾ വാനിഷ് ആയി പോവും. ദെൻ അടുത്ത സംഭവം മൈനസ് 0 ടു ഇൻഫിനിറ്റി എൻ മൈനസ് 1 ടി റേസ് ടു എൻ മൈനസ് 2 ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് എന്ന് വരും അല്ലേ. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് എൻ മൈനസ് 1ഉം എസ്സും പുറത്തെടുത്ത് കഴിഞ്ഞാൽ അടുത്ത ഇൻ്റഗ്രൽ എന്ത് വരും, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി റേസ് ടു എൻ മൈനസ് 2 എന്ന് വരും. ഓക്കെ, അത് ചെയ്ത് നോക്കിയാൽ കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റും ആ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ റിസൾട്ട് വരുന്നത് എന്തായിരിക്കും, എൽ ഓഫ് ടി റേസ് ടു എൻ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, അതായത് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് ടി എന്ന് പറയുന്നതിനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എന്ത്, എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടത് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് ടുവിൽ ഇൻ്റഗ്രേഷൻ പഠിച്ച സമയത്തൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ആ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 3s + 7 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 2s മൈനസ് 3 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇയാളുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൽ വരുന്നതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം ഇത് s - 3 × s + 1 ആണ്. ഓക്കെ, കാരണം
ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 കിട്ടണം, പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ -3 കിട്ടണം അല്ലേ. സോ എക്സ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും അല്ലേ. 3s + 7 ഡിവൈഡ് ബൈ എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സം കോൺസ്റ്റൻറ്റ് എ ഡിവൈഡഡ് ബൈ എസ് മൈനസ് 3 പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രാക്ഷൻസ് ഇതിലെ ഫാക്ടേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, സം എ ഡിവൈഡ് ബൈ എസ് മൈനസ് 3 പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1. ഇതിനെ നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? എ ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് ബി ഇൻറ്റു എസ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1. ഈ ഫോമിലാണ് വരിക അല്ലേ. അപ്പം അതായത് ഈ ഒരു ആഡ് ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞാൽ, ആഡ് ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമിലാണ് വരിക അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആളാരാണ്? 3s + 7 = എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1 എന്നാണ്. ദെൻ റൈറ്റ് സൈഡിൽ നമുക്ക് വരുന്നത്, അതായത് നമുക്ക് ഇതിനെ ഇങ്ങനെ പ്രൊഡക്റ്റ് ഫോമിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ എ ബി എന്ന് പറയുന്ന 2 ഫാക്ടേഴ്സ് കൊടുത്തത്. അതെന്താണെന്നുള്ളത് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കും. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് സോ വി ഹാവ് 3s + 7 ഡിവൈഡ് ബൈ എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1 = ഈ ഒരു ടേമിലെ ന്യൂമറേറ്ററിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എസ് എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻസിനെ ഞാൻ സെപ്പറേറ്റ് എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് എ എസും ഉണ്ട് ബി എസും ഉണ്ട്. ഓക്കെ, സോ അതിന് ഞാൻ എ പ്ലസ് ബി ഇൻറ്റു എസ് എന്ന് എഴുതി. ദെൻ ബാക്കി വരുന്നത് കോൺസ്റ്റൻറ്റ് ടേംസ് ആണ്. കോൺസ്റ്റൻറ്റ് ടേംസ് വരുന്നത് എന്താണ്? എയും വരുന്നുണ്ട് -3bയും വരുന്നുണ്ട്. ഓക്കെ, സോ എ - 3b എന്ന് എഴുതി. അങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാല്യൂസ് കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. നമുക്ക് ഈ ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എസിൻ്റെ കോഎഫിഷ്യൻറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? a + b = 3 എന്ന് കിട്ടും. ഓക്കെ, എസിൻ്റെ കോഎഫിഷ്യൻറ്റ് കമ്പയർ ചെയ്യുക, a + b = 3 എന്ന് കിട്ടും. സോ അവിടുന്ന് ദെൻ കോൺസ്റ്റൻറ്റ് ടേംസ് കമ്പയർ ചെയ്യും. കോൺസ്റ്റൻറ്റ് ടേംസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? a - 3b = 7 എന്ന് കിട്ടും. ഓക്കെ, എസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷൻസാണ് ഇവിടെ 3sഉം ഇവിടെ a + b ഇൻറ്റു എസും. അതുകൊണ്ട് നമുക്ക് കോഎഫിഷ്യൻസ് തമ്മിൽ കമ്പയർ ചെയ്യാം. ഓക്കെ, അതുപോലെ കോൺസ്റ്റൻറ്റ് ടേംസ് കമ്പയർ ചെയ്യുമ്പോൾ a - 3b = 7 എന്ന് കിട്ടും. ആ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് b = -1 എന്നും അതുപോലെ a = 4 എന്നും കിട്ടും. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന 3s + 7 / s² - 2s - 3 എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാനായിട്ട് പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു 4/s - 3 മൈനസ്, അതായത് ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിരുന്നത് അല്ലേ, a/s - 3 പ്ലസ് b/s + 1. അതിൽ a നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. b നമുക്ക് -1 എന്നും കിട്ടി. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4/s - 3 മൈനസ് 1/s + 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈസിയാണ്. കാരണം 1/s - 3 ഈ ഒരു ഫോമിൽ നമുക്ക് ആരാണ്? e⁻kt ട്രാൻസ്ഫോമാണ് അല്ലേ. L(e⁻kt) നമുക്ക് എന്താ വരുന്നത്? 1/s - k എന്നാണ് വരുന്നത്. ഓക്കെ, സോ അത് വെച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് L ഇൻവേഴ്സ് ഓഫ് f of s എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 4 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് s - 3. ഓക്കെ, L ഇൻവേഴ്സ് ഓഫ് 1/s - 3 മൈനസ് L ഇൻവേഴ്സ് ഓഫ് 1/s + 1 എന്ന് എഴുതാൻ പറ്റും. 1/s - 3 എന്ന് പറയുമ്പോൾ അത് e⁻3t ആയിരിക്കും. ദെൻ s + 1 എന്ന് പറയുമ്പോൾ നമുക്ക് s - -1 ആണ് അല്ലേ. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻t ആയിരിക്കും. ഓക്കെ, ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് അറിയാവുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് ഇയാളുടെ ഇൻവേഴ്സ് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ്. അത് പ്രൂവ് ദാറ്റ് ഫോമിൽ തന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഫോർ a² ≠ b², L ഇൻവേഴ്സ് ഓഫ് 1/s² + a² ഇൻറ്റു s² + b² ഈക്വൽ ടു ഇതാണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനൊന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് ഇത് കുറച്ച് സ്പീഡിൽ പോവും. സോ നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നു. ഇതാണ് നമ്മുടെ f of s അല്ലേ, 1/s² + a² ഇൻറ്റു s² + b². അപ്പോൾ ഇതിനകത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ നമ്മൾ എഴുതിയ സമയത്ത് നമുക്കവിടെ s² - 2s - 3 ആയിരുന്നെങ്കിലും നമുക്കതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ.
ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിനെ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക ചെയ്ത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഓൾറെഡി 2 പ്രൊഡക്ട്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിനെ നമുക്കിനി ഫാക്ടറൈസ് ചെയ്യാന്ന് പറയുന്നത് പോസിബിളാണ്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ നമുക്ക് നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഫാക്ടേഴ്സിൽ എസ് മാത്രമാണ് വന്നിരുന്നത് അല്ലേ. ലീനിയർ ഇൻ എസ് ആയിരുന്നു നമ്മുടെ ഫാക്ടേഴ്സ്, ലീനിയർ ഇൻ എസ് ആയിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ്, ലീനിയർ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എടുത്ത കോൺസ്റ്റൻസ് വെറും കോൺസ്റ്റൻസ് മാത്രമായിട്ട് എ ബി എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തത്. നമ്മൾ ഈ ഒരു എക്സ്പ്രഷനകത്താണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഡിനോമിനേറ്ററിൽ വരുന്ന ആൾക്കാർക്ക് എന്താണ്, ക്വാഡ്രാറ്റിക് ആണ് അല്ലേ. ലീനിയർ ഇൻ എസ് അല്ല, ക്വാഡ്രാറ്റിക് ഇൻ എസ് ആണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഫാക്ടേഴ്സ് എടുക്കുമ്പം വെറുതെ ഒരു കോൺസ്റ്റൻ്റ് എടുക്കാതെ സം എ എസ് പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിൽ എടുക്കണം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതണം, സം എ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സം സി എസ് പ്ലസ് ഡി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഫോമിൽ എഴുതണം. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. സോ ഇങ്ങനെ നമ്മൾ എഴുതുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഇതങ്ങ് പ്രൊഡക്റ്റ് എടുക്കുക. പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ഞാനിവിടെ ഓരോ പവേഴ്സ് വരുന്നതും സെപ്പറേറ്റ് എഴുതിയിരിക്കുകയാണ്. ഇത് സിമ്പിൾ കാൽക്കുലേഷൻ ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാൻ ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഹൈ പവർ എസിൻ്റെ വരെ എന്താണ്, എസിൻ്റെ പവർ ഹൈ പവർ വരെ എസ് ക്യൂബാണ് അല്ലേ. എസ് ക്യൂബ് എന്ന് പറയുന്ന ആ ഒരു ടേം വരെ നമുക്ക് എ ഇൻറ്റു എസ് ക്യൂബ് എന്ന് പറഞ്ഞ ഒരു ടേമും വരും, ദെൻ സി ഇൻറ്റു എസ് ക്യൂബ് എന്ന് പറഞ്ഞ ഒരു ടേമും വരും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാനത് എ പ്ലസ് സി ഇൻറ്റു എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻസ് ഒരുമിച്ച് എഴുതി. ഓക്കെ, എ പ്ലസ് സി ഇൻറ്റു എസ് ക്യൂബ് വരും. ഇനി എസ് സ്ക്വയർ നോക്കുകയാണെങ്കിൽ ബി ഇൻറ്റു എസ് സ്ക്വയറും വരും, അതുപോലെ ഡി ഇൻറ്റു എസ് സ്ക്വയറും വരും. ഓക്കെ, സോ അതാണ് ബി പ്ലസ് ഡി ഇൻറ്റു എസ് സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്. ദെൻ എസിൻ്റെ നോക്കുകയാണെങ്കിൽ, എസിൻ്റെ നോക്കുമ്പോൾ ആക്ച്വലി എ എസ് എന്ന് പറയുന്ന ആളെ നമ്മൾ ബി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഒരു ടേമിൽ അല്ലേ, അതായത് എ ബി സ്ക്വയർ വരും എസിൻ്റെ കോഎഫിഷ്യൻ. അതുപോലെ ഇതിലാണ് എന്നുണ്ടെങ്കിൽ സി എസ് എന്ന് പറയുന്ന ആളെ എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള സി എ സ്ക്വയറിലാണ് നമുക്ക് എസ് വരിക. ഓക്കെ, ദെൻ ബാക്കി കോൺസ്റ്റൻറ്റ് ടേംസ് എടുക്കുകയാണെങ്കിൽ ബി സ്ക്വയറും ഡി എ സ്ക്വയറും ആണ് കോൺസ്റ്റൻറ്റ് ടേംസ് ആയിട്ട് വരിക. ഓക്കെ, സോ അങ്ങനെ പ്രൊഡക്റ്റ് അങ്ങനെ ഞാൻ ഡയറക്റ്റായിട്ട് ഓരോന്നിൻ്റെയും പവേഴ്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് എഴുതി. അത് നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ട് അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 1 ആണുള്ളത് അല്ലേ. 1 എന്ന് പറയുമ്പോൾ അവിടെ എസിൻ്റെ പവേഴ്സിലൊന്നും നമുക്ക് കോഎഫിഷ്യൻ്റ് വരുന്നില്ല. എസ് ക്യൂബിനില്ല, എസ് സ്ക്വയറിനില്ല, എസിനില്ല, ഒന്നും കോഎഫിഷ്യൻ്റ് വരുന്നില്ല. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. ന്യൂമറേറ്റേഴ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കാം ആദ്യം. എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് റൈറ്റ് സൈഡിൽ എ പ്ലസ് സി ആണ്, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ എന്താണ്, 0 ആണ്. സോ വി ക്യാൻ റൈറ്റ് എ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. അവിടുന്ന് എ ഈക്വൽ ടു മൈനസ് സി കിട്ടും. ദെൻ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റും ലെഫ്റ്റിൽ 0 ആണ്. സോ ബി പ്ലസ് ഡി ഈക്വൽ ടു 0 വരും. ദെൻ എസിൻ്റെ കോഎഫിഷ്യൻറ്റും 0 ആണ്. ഓക്കെ, എസിൻ്റെ കോഎഫിഷ്യൻറ്റ് നമുക്ക് എ ബി സ്ക്വയർ പ്ലസ് സി എ സ്ക്വയർ 0 ആണെന്ന് കിട്ടും. എ ബി സ്ക്വയർ പ്ലസ് സി എ സ്ക്വയർ 0 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ എയും സിയും തമ്മിലുള്ള റിലേഷൻ കണ്ടിട്ടുണ്ട് അല്ലേ. എ ഈക്വൽ ടു മൈനസ് സി ആണ്. സോ നമ്മൾ ഇവിടുത്തെ എക്ക് മൈനസ് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെ കിട്ടും, സി ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞു എ സ്ക്വയർ നോട്ട് ഈക്വൽ ടു ബി സ്ക്വയർ. സോ ഈ ടേം 0 ആവില്ല. ദെൻ വി വിൽ ഹാവ് സി ഈക്വൽ ടു 0. സി 0 എന്ന് കിട്ടും. സി 0 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എയും എന്താവും, 0 ആവും. ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്ക് കോഎഫിഷ്യൻ്റ് ടേം കോൺസ്റ്റൻറ്റ് ടേമും കൂടെ ഉള്ളത്. കോൺസ്റ്റൻറ്റ് ടേം ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ബി സ്ക്വയർ പ്ലസ് ഡി എ സ്ക്വയർ ആണ് നമ്മൾ റൈറ്റ് സൈഡിലെ കോൺസ്റ്റൻറ്റ്, ലെഫ്റ്റ് സൈഡിലോ 1 ആണ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ബി സ്ക്വയർ പ്ലസ് ഡി എ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അവിടുന്ന് നമുക്ക് ഡി എന്താണെന്നുള്ളത്, കാരണം ബിയും ഡിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഓൾറെഡി ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഈ ഇക്വേഷനെ ഡിയുടെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി എന്ന് പറയുന്ന ആളെ എങ്ങനെ കിട്ടും, 1/a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് കിട്ടും. സോ അവിടുന്ന് നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു സി 0 ആയതുകൊണ്ട് എ 0 ആണ്. ദെൻ ഡി നമുക്ക് 1/a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടി. അവിടെ നമുക്ക് ബി എന്ത് കിട്ടും, 1/b സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലേ, മൈനസ് ഡി ആണ്. ഓക്കെ,
അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഇത് എഴുതാം. സോ നമ്മുടെ ഫംഗ്ഷന് നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതിയിരുന്നത് അല്ലേ, അതിൽ എ 0 ആണെന്ന് കിട്ടി, അതുപോലെ സി 0 ആണെന്ന് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കി ബിയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ബി ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലേ. ബി ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 1 ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും. ആ രണ്ട് ടേമൊന്നും കൂടെ നമ്മൾ കോമൺ ആയിട്ട് -1 ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എടുക്കുകയാണ്. കാരണം നമ്മുടെ പ്രൂവ് ദാറ്റിൽ ആ ഒരു ഫോമുല കിടക്കുന്നത്, -1 ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ അങ്ങനെ നമ്മൾ എടുക്കുന്നു. എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ടാവും. ദെൻ ഇവിടെ -1 ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി ഇൻ ദ ഫോം ഓഫ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? മുകളിലൊരു എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഹാവ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എ ടിയുടെ ട്രാൻസ്ഫോം ആണ്. അതുപോലെ ഇവിടെ ബി മുകളിലുണ്ടെങ്കിൽ ബി ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ ബി ടിയുടെ ട്രാൻസ്ഫോം ആണ്. ഓക്കെ, സോ അതിന് വേണ്ടി നമ്മൾ മുകളിലൊരു എ സപ്ലൈ ചെയ്യുന്നു, സോ താഴെയും കൊടുക്കണം അല്ലേ. അതുപോലെ ഇവിടെ ഒരു ബി സപ്ലൈ ചെയ്യുന്നു, താഴെയും കൊടുക്കുന്നു. ദെൻ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഫോമിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതുപോലെ ഇൻവേഴ്സ് കാണാനുള്ള വേറൊരു ക്വസ്റ്റ്യനാണിത്. ഇത് ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്നാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ എഴുതുന്ന സമയത്ത് നമ്മൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് വരുന്ന ആ ഒരു ഫാക്ടറിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് അത് സി ബൈ എസ് എന്ന് മാത്രമായിട്ട് എടുത്തത്. ദെൻ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ വരുന്നതിൽ നമ്മുടെ എസ് ക്വാഡ്രാറ്റിക് ആണ് അല്ലേ, എസിൻ്റെ പവർ 2 ആണ് വരുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ ന്യൂമറേറ്ററിൽ എന്ത് കൊടുക്കണം? എ എസ് പ്ലസ് ബി ഫോമിൽ കൊടുക്കണം. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരിക? എ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ വരും, പ്ലസ് സി ബൈ എസ് എന്ന് വരും. ഓക്കെ, ദെൻ നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് തന്നെ, സെയിം പ്രൊസീജിയേഴ്സ് ചെയ്തു പോയി കഴിയുമ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടും. എ ബി സിയുടെ വാല്യൂസ് കിട്ടും. ആ കിട്ടുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? അത് ഏതിൻ്റെ ഫോമിലാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കാം ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് നമ്മൾ ഫിരിയർ പറഞ്ഞപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സിൽ എൽ ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണ് എന്നുണ്ടെങ്കിൽ എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമുക്ക് വരിക, നേരത്തെ ചെയ്ത അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പാൻഷൻ എഴുതുന്നു, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പം നമുക്ക് ആൻസർ കിട്ടുക ഈ ഒരു സംഭവം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ്. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഈ ഒരു ക്വാണ്ടിറ്റി ഇതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 to ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് 0 ആയിപ്പോവും, കാരണം ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരുന്നുണ്ട് അല്ലേ. ഇനി 0 കൊടുക്കുന്ന സമയത്താണെങ്കിലോ ഇത് 1 ആയിട്ട് മാറും, എഫ് ഓഫ് 0 എന്നും വരും. ഓക്കെ, സോ ദെൻ ഇതെന്ന് പറയുന്നത് എന്താണ്? എസ്സും വരും. ഈ ഒരു സംഭവം എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ലോവർ ലിമിറ്റാണ് 0, അതുകൊണ്ടാണ് അവർ നെഗറ്റീവ് വന്നത്. ഓക്കെ, സോ എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0 ആണ്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് വരിക എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് ഓഫ് 0 എന്നായിരിക്കും വരിക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇൻ ജനറൽ nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ടി ആണെന്നുണ്ടെങ്കിൽ എസ് റേസ് ടു എൻ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി വരും, ദെൻ മൈനസ് എസ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് 0 വരും. സോറി, ഇവിടെ ഇതിനകത്ത് എൽ വരില്ല കേട്ടോ. ഇവിടെ എസ് റേസ് ടു എൻ ഇൻറ്റു ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് പോകാനായിട്ട് പറ്റും.
എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്യുന്ന സമയത്ത് nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ടി ആണെന്നുണ്ടെങ്കിൽ എസ് റേസ് ടു എൻ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി വരും, മൈനസ് എസ് റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു എഫ് ഓഫ് സീറോ ആണിത്, ഇവിടെ എൽ ഇല്ല കേട്ടോ, എഫ് ഓഫ് സീറോ മൈനസ് എസ് റേസ് ടു എൻ മൈനസ് ടു ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സീറോ മൈനസ് എസ് റേസ് ടു എൻ മൈനസ് ത്രീ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ. അങ്ങനെ പോയി ഏതുവരെ വരും, എസ് റേസ് ടു സീറോ വരുന്നവരെ, എസ് റേസ് ടു സീറോ ഇൻറ്റു എഫ് എൻ മൈനസ് വൺ ഓഫ് സീറോ. ഓക്കെ, എൻ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് ഓഫ് സീറോ വരുന്നത് വരെ. ഓക്കെ, അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ എൻ എന്താണ്, 2 ആണ്. സോ എസിൻ്റെ പവർ 2 വന്നു, എസ് റേസ് ടു എൻ വന്നു, എസ് റേസ് ടു എൻ മൈനസ് 1 ആണ്. ദെൻ അടുത്ത വരുന്ന എസ് റേസ് ടു എൻ മൈനസ് 2 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പം അത്രയും വരെ പോകും, ആ ഒരു ഓർഡറിലാണ് അത് പോകുന്നത്. ഈ ഒരു സംഭവവും നേരത്തെ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോമിന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, ഇവിടെ ഈ ഒരു എൽ ഇല്ല, എൽ വരുന്നില്ല. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം അല്ല, ഇറ്റ് ഈസ് സിംപ്ലി എഫ് ഓഫ് സീറോ, വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് സീറോ. ഓക്കെ, എഫ് ഓഫ് സീറോ, ടി ഈക്വൽ ടു സീറോയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ആണത്, എഫ് ഓഫ് സീറോ ആണ്. അത് ഈ മുകളിൽ എഴുതിയ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഫസ്റ്റ് ടേമിനകത്ത് എന്ത് വരും, എസ് റേസ് ടു എൻ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി വരും. പിന്നെ അങ്ങോട്ടുള്ള വരുന്നതിൽ ആദ്യത്തെ ടേമിൽ എഫ് ഓഫ് സീറോ വരും, പിന്നെ അങ്ങോട്ട് എന്താണ്, എഫ് ഡാഷ് ഓഫ് സീറോ, എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ, അങ്ങനെ പോവുകയാണ്. ഓക്കെ, അതിലൊന്നും ലാപ്ലേസ് ട്രാൻസ്ഫോം വരുന്നില്ല, ഇത് ഞാൻ അറിയാതെ എഴുതിപ്പോയതാണ്. ഓക്കെ, സോ ലാപ്ലേസ് ട്രാൻസ്ഫോം റീപ്ലേസസ് ഡിഫറൻഷിയേഷൻ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ ഫൊറിയറിൽ പറഞ്ഞ അതേപോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോമും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡിഫറൻസിയേഷനെ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇയാളെ യൂസ് ചെയ്യാം. അതിലൊരു ചെറിയൊരു പ്രോബ്ലം ചെയ്തത്, നമുക്ക് മൈനസ് കെ സ്ക്വയർ സൈൻ കെ ടി എന്ന് പറയുന്നതിന് ടി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് സൈൻ കെ ടി എന്ന് എഴുതാമല്ലോ അല്ലേ. ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് സൈൻ കെ ടി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പം കെ കോസ് കെ ടി വരും, നെക്സ്റ്റ് ചെയ്യുമ്പോൾ മൈനസ് കെ സ്ക്വയർ സൈൻ കെ ടി വരും. രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. സോ എൽ ഓഫ് മൈനസ് കെ സ്ക്വയർ സൈൻ കെ ടി ഇസ് ഈക്വൽ ടു എൽ ഓഫ് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ സൈൻ കെ ടി. ഓക്കെ, അതിനകത്തുനിന്ന് മൈനസ് കെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എൽ ഓഫ് സൈൻ കെ ടി ഈക്വൽ ടു എസ് സ്ക്വയർ എൽ ഓഫ് സൈൻ കെ ടി മൈനസ് എസ് ഇൻറ്റു സൈൻ കെ ടി. ഇത് നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണ്. സോ എസ് റേസ് ടു എൻ, എസ് സ്ക്വയർ, എസ് റേസ് ടു എൻ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി. സോ എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് ഇവിടുത്തെ എഫ് ഓഫ് ടി ആരാണ്, സൈൻ കെ ടി, മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് സീറോ ആണ് അല്ലേ, ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് ടി ഈക്വൽ ടു സീറോ, ദാറ്റ് ഈസ് സൈൻ കെ ടി അറ്റ് ടി ഈക്വൽ ടു സീറോ, മൈനസ് എഫ് ഡാഷ് ഓഫ് സീറോ. എഫ് ഡാഷ് ഓഫ് സീറോ എന്ന് പറയുമ്പോൾ എന്താണ്, ഡി ബൈ ഡി ടി ഓഫ് സൈൻ കെ ടി അറ്റ് ടി ഈക്വൽ ടു സീറോ. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ ഒരു ടേം അങ്ങനെ തന്നെ നമ്മൾ എഴുതി. ദെൻ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സൈൻ കെ ടി അറ്റ് ടി ഈക്വൽ ടു സീറോ എന്താണ്, 0 ആണ്, അപ്പോൾ ഈ ടേം ഉണ്ടാവില്ല. ദെൻ ഡി ബൈ ഡി ടി ഓഫ് സൈൻ കെ ടി എന്ന് പറയുന്നത് എന്താണ്, കെ കോസ് കെ ടി ആണ്. കെ കോസ് കെ ടി അറ്റ് ടി ഈക്വൽ ടു 0 എന്ത് വരും, കെ എന്ന് വരും അല്ലേ. കോസ് കെ ടിയുടെ വാല്യൂ 1 വരുമ്പോൾ കെ എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഈ രണ്ട് ടേംസേ അവിടെ റിട്ടേൺ ചെയ്യുള്ളൂ. ദെൻ എൽ ഓഫ് സൈൻ കെ ടി ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മൈനസ് കെ സ്ക്വയർ എൽ ഓഫ് സൈൻ കെ ടി ആണ്. ഓക്കെ, സോ അത് വെച്ച് നമ്മളങ്ങ് എൽ ഓഫ് സൈൻ കെ ടി വരുന്ന ടേംസ് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് എൽ ഓഫ് സൈൻ കെ ടി ഈസ് ഈക്വൽ ടു കെ ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, സോ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് വെച്ചിട്ട് നമുക്ക് സൈൻ കെ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് പറ്റി. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എസ് എച്ച് ഒയുടെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഈ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ച് സോൾവ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ. ഓക്കെ, അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ഫൊറിയർ വെച്ച് നേരത്തെ ചെയ്യുന്ന പറഞ്ഞു, അതുപോലെ തന്നെ ലാപ്ലേസ് വെച്ച് ചെയ്യുന്നതാണിത്. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കുക. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു 3 പ്രോപ്പർട്ടീസാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഫസ്റ്റ് വണ്ണ് എൽ ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണെന്ന് വിചാരിക്കാം. എൽ ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണെന്നുണ്ടെങ്കിൽ എൽ ഓഫ് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. ഓക്കെ, ദെൻ ഇത് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത എൽ ഓഫ് ഇ റേസ് ടു കെ ടിയിൽ നിന്ന് തന്നെ അത് പറയാനായിട്ട് പറ്റും. ഓക്കെ, അതിന് പ്രൂഫ് ഉണ്ട് വേറെ,
അതിലേക്ക് നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് നിങ്ങളത് ഓർത്ത് വെക്കുക. എന്നാലും നമ്മുടെ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. എൽ ഓഫ് ഇ റേസ് ടു കെ ടി നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലേ. ഈ എൽ ഓഫ് ഇ റേസ് ടു കെ ടി എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എൽ ഓഫ് ഇ റേസ് ടു കെ ടി ഇൻറ്റു 1 എന്ന് എഴുതിക്കൂടെ? 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s ആണ്. ഓക്കെ, 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s ആണ്. സോ ഇ റേസ് ടു കെ ടി ഇൻറ്റു 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മുടെ തിയറം അനുസരിച്ച് എന്ത് വരണം? 1/s-k വരണം. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, പ്രൂഫല്ല. ഓക്കെ, സോ നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണ് എന്നുണ്ടെങ്കിൽ ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? എഫ് ഓഫ് s-a ആയിരിക്കും. ഓക്കെ, ഇനി എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെന്നുണ്ടെങ്കിൽ ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം വിൽ ബി -1 റേസ് ടു എൻ എഫ് എൻ ഓഫ് എസ്. എഫ് എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എസ് ആണ് കേട്ടോ. അപ്പം എഫ് ഓഫ് എസിന് വിത്ത് റെസ്പെക്ട് ടു എസ് നമ്മൾ n ടൈംസ് ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, സോ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം -1 റേസ് ടു എൻ എഫ് എൻ ഓഫ് എസ്, nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എസ്. അപ്പോൾ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എസ്സിലുള്ള ഫംഗ്ഷനാണ്. സോ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ദെൻ വേറൊരു പ്രോപ്പർട്ടി നമ്മുടെ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ഇ റേസ് ടു -s ടി നോട്ട്. അത് നമ്മൾ ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്. അതായത് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായും ബ്ലോ അപ്പ് ചെയ്യും. ദെൻ അല്ലാത്ത സമയത്തെല്ലാം ഇറ്റ് ഇസ് 0. ഒരു സിമ്പിൾ പൾസ് പോലെയൊക്കെ തന്നെയാണത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി അതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി നമുക്ക് പറയുന്നത്, ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ ആ ഒരു ഫിയർ ട്രാൻസ്ഫോം പറയുന്നത്. സോ ഇതിനകത്ത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് മൈനസ് സി ഡി എക്സ്, ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് മൈനസ് സി ഡി എക്സ് എന്ന് പറയുന്ന രീതിയിൽ ഇൻ്റഗ്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇഫ് ദിസ് സി ലൈസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി, അതായത് നമ്മൾ ഈ ഒരു ഇൻ്റഗ്രേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻ്റർവെലിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സി എന്നുണ്ടെങ്കിൽ വി ക്യാൻ എക്സ്പ്രസ് ദിസ് ആസ് എഫ് ഓഫ് സി. ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ ആൻസർ എന്തായിരിക്കും? എഫ് ഓഫ് സി ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ അറ്റ് സി ആയിരിക്കും. അതല്ല നമ്മുടെ സി എന്ന് പറയുന്ന ആൾ, അതായത് ഡെൽറ്റ ഫംഗ്ഷൻ ഈ ഒരു സി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കുമല്ലോ ഉണ്ടാവുക. ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് സി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും നമുക്ക് ഈ ഒരു പീക്ക് വരുന്നത്. ഓക്കെ, എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും പീക്ക് വരുന്നത്. സോ ആ സി എന്ന് പറയുന്ന ആൾ ഈ ലിമിറ്റിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് എന്തായിരിക്കും? എഫ് ഓഫ് സി ആയിരിക്കും. അതല്ല സി എന്ന് പറയുന്ന ആൾ ഈ ലിമിറ്റിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ആ ഫംഗ്ഷൻ്റെ വാല്യൂ അവിടെയെല്ലാം 0 ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു ഡെഫിനിഷൻ, ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ്? എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ടാണ്. ഓക്കെ എന്ന് പറയുമ്പം അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എന്താ പറയുക? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -s ടി ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ട് എന്നാണ് വരിക. സോ ഈ ടി നോട്ട് എന്ന് പറയുന്ന ആൾ നമ്മുടെ ഈ 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ലിമിറ്റിൻ്റെ ഉള്ളിലാണ് എന്ന് വിചാരിക്കുക. ആയിരിക്കും, കാരണം എന്താ? 0 ടു ഇൻഫിനിറ്റി വരെ ഉണ്ട്. ഓക്കെ, സോ ടി നോട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. സോ 0 ടു ഇൻഫിനിറ്റി വരുന്നത് കൊണ്ട് തന്നെ ടി നോട്ട് എന്തായിരിക്കും? ഈ ലിമിറ്റിൻ്റെ ഉള്ളിൽ വരുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് മൈനസ് സി ഫോമിലാണ്, ഇവിടെ വേരിയബിൾ ടി ആയിട്ട് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഫംഗ്ഷൻ ആരാണ്? ഇ റേസ് ടു -s ടി ആണ് അല്ലേ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ആ ടി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ടി നോട്ടായിട്ട് വരും. ഓക്കെ, ഇ റേസ് ടു -s ടി നോട്ട്, അതായത് വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ അറ്റ്
ടി നോട്ട് ആയിരിക്കും എന്ത് ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട്. ഓക്കെ, അത് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്, ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി ആണെന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും? എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി എന്ന് പറയുന്നതിന് നമുക്ക് ഡെൽറ്റ ഓഫ് ടി മൈനസ് 0 എന്ന് എഴുതാൻ പറ്റുമല്ലോ. എന്ന് പറഞ്ഞാൽ ടി നോട്ട് 0 ആണ് അല്ലേ. ടി മൈനസ് ടി നോട്ട് എന്ന് വരുന്നിടത്ത് ടി നോട്ട് 0 ആണ്. സോ ടി നോട്ട് 0 ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഈ ഒരു എക്സ്പാൻഷനകത്ത് ഡെൽറ്റ ഓഫ് ടി മൈനസ് 0 എന്ന് വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പോയിന്റ് വരുന്നത് എന്താണ്? 0 ആണ് അല്ലേ. പോയിന്റ് 0 ആയതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു 0 ദാറ്റ് ഈസ് 1 എന്ന് വരും. ഓക്കെ, സോ ജസ്റ്റ് ആ ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് വരിക എന്നുള്ളത് നോക്കുക. അത് ഡെഫിനിഷൻ ഇതുപോലെ നിങ്ങൾക്ക് ഫിറിയറിൻ്റെ എഴുതാൻ പറ്റും. നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഫിറിയർ ട്രാൻസ്ഫോം വെച്ചിട്ട് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഫിറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും വരിക എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരൊറ്റ പ്രോപ്പർട്ടിയെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ രണ്ട് ട്രാൻസ്ഫോംസും എഴുതുന്നത്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ.